കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി ഉത്സവം. കുംഭമാസത്തിലെ ഭരണി നക്ഷത്രം മുതൽ മീനമാസത്തിലെ ഭരണി നക്ഷത്രം കഴിഞ്ഞ് 7 ദിവസം വരെ ഉത്സവങ്ങളുടെ മാസമാണ്. ഇത് സാധാരണയായി മാർച്ച് മുതൽ ഏപ്രിൽ മാസങ്ങൾക്കിടയിലാണ് വീഴുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പ്രധാന സവിശേഷതയായ കോഴികളെ ബലിയർപ്പിക്കുകയും അവയുടെ രക്തം ചൊരിയുകയും ചെയ്യുന്ന കോഴിക്കല്ലുമൂടൽ എന്ന ആചാരത്തോടെയാണ് സാധാരണയായി ഉത്സവം ആരംഭിക്കുന്നത്. കൊടുങ്ങല്ലൂർ ഭഗവതി വീട്ടിലെ അംഗങ്ങൾക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അനുവാദമുണ്ട്. രക്തദാനത്തിൽ ആനന്ദിക്കുന്ന കാളിദേവിയെയും അവളുടെ അസുരന്മാരെയും പ്രീതിപ്പെടുത്താനാണ് ഇത്. ശ്രീകോവിലിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഭക്തർ കയ്യിൽ വടിയുമായി ക്ഷേത്രത്തിന് 3 പ്രാവശ്യം ഓടുന്നു. ദാരുക എന്ന അസുരനെ വധിച്ചതിനെ അനുസ്മരിപ്പിക്കുന്ന ഈ ചടങ്ങ് പണ്ട് ആചാരത്തിന് ഉപയോഗിച്ചിരുന്ന വാളുകൾക്കും മറ്റ് ആയുധങ്ങൾക്കും പകരമായി വടികൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഈ ചടങ്ങിനിടയിൽ വെള്ളിച്ചാപ്പാടുകൾ ദേവിയുടെ വേഷം ധരിച്ച് അവളെ വശീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭ്രാന്തമായ മയക്കത്തിൽ ക്ഷേത്രത്തിന് ചുറ്റും ഓടുന്നു. അവരുടെ പരിവാരത്തിലെ അംഗങ്ങൾ വായുവിൽ അരിവാൾ ആകൃതിയിലുള്ള വാളുകൾ വീശുന്നു. ക്ഷേത്രത്തിന്റെ അകത്തെ ചതുർഭുജത്തെ ആരാധിക്കുക. അവർ ദേവിയെ പ്രസാദിപ്പിക്കുമെന്ന് പറയപ്പെടുന്നു. അശ്ലീലവും മോശവും അധിക്ഷേപകരവുമായ നിലവിളികൾ ഉച്ചരിക്കുന്നു. ഇതിനെ തുടർന്ന് അടുത്ത ദിവസം ശുദ്ധീകരണ ചടങ്ങ് നടക്കും. ചന്ദനപ്പൊതി ചാർത്തൽ മറ്റൊരു ഉത്സവമാണ്. അതിൽ ചന്ദനം ചാലിച്ചു പുരട്ടുന്നു.